ഹലോ, നോമ്പ് തുറന്ന പാടെ ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങോട്ടാന്നുള്ളത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ സ്വന്തം ഗ്ലാമോറയിലേക്ക്. ഉമ്മാനെ ഭയങ്കര ഇൻട്രസ്റ്റോടെ ചുരിദാർ ഇടിപ്പിച്ചത് ഞാനാണ്. പക്ഷെ എനിക്കിപ്പോൾ നല്ല പണിയായി എന്ന് പറയാം. ഉമ്മാൻ്റെ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാറുള്ളത് നമ്മളെ കൊച്ചുവടനുള്ളൊരു താത്തയുണ്ട്. നല്ല വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ഇത് തുന്നാൻ കൊടുക്കുക, വാങ്ങിക്കൊണ്ട് കൊടുക്കുക, അതിന് ലൈനിങ് എടുക്കുക, അതൊക്കെയാണ് പിന്നെ പണി. വേണ്ടിയെന്നില്ല, അമ്മ പറഞ്ഞിട്ട് മര്യാദക്ക് നടന്നാൽ മതിയെന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മളിതാ ഗ്ലാമോറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയാൽ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ വലിയ തിരക്കൊന്നുമില്ലെങ്കിൽ ഞാൻ ഐഷുവിനെ പഠിപ്പിക്കാനിരിക്കും. ഇഷ്ടമോളും അവളുടെ ബുക്സും കൊണ്ടൊക്കെ വരിക. അവളും അവിടെ ഇരുന്ന് പഠിച്ചോളും. പിന്നെ എനിക്കും വല്ല പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്യും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമുക്കിവിടെ 2 സ്റ്റാഫ് ഉണ്ട്. ഒരാൾ 5 മണി വരെയും ഒരാൾ രാത്രി 8 മണി വരെയും. അപ്പോൾ ചേച്ചി പോകുമ്പോഴത്തേനും ഞാനിവിടെ എത്താറുണ്ട്. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് കാലമായി നോട്ട് ചെയ്ത് വെച്ച കുറേ പീസുകളുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടതുകൾ. പക്ഷേ മോളൊന്നും ഇനി എടുക്കാനായിക്കില്ല. അത് കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്, അത് ഈ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പോൾ ഞാൻ പറയും ഞാനും കസ്റ്റമറാണ്, എനിക്കും വേണം എന്നൊക്കെ പറയും. അപ്പോൾ കുറച്ചൊക്കെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പീസുകളാണ്, നോട്ട് ചെയ്ത് വെച്ചിരുന്ന പീസുകളാണ്. അപ്പോൾ ഇന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ച് അതൊക്കെ എടുത്തിട്ടുണ്ട്. എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും കേട്ടോ, നിനക്ക് ഹസ്ബൻഡിൻ്റെ കടയിലേ സുഖമായിട്ട് എത്ര വേണമെങ്കിലും എടുത്ത് പോരാമല്ലോ എന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ആര് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഞങ്ങൾക്കും ഫുൾ പേയ്മെൻറ്റ് അവിടെ കൊടുക്കണം. എന്നോട് പറയും ഈ വീഡിയോ ഇട്ടിട്ട് നല്ല കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓഫർ തരാമെന്നൊക്കെ. കാക്കുവിൻ്റെയും ഫാറൂഖിൻ്റെയും ഒക്കെ ഓഫറൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് എടുക്കാറുള്ളത്. അങ്ങനെ ഞാൻ ഡ്രസ്സ് എടുത്തപ്പോൾ എനിക്കതൊക്കെ കമ്മലും വളയൊക്കെ വാങ്ങാൻ ഒരാഗ്രഹം. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാൻസി ഉണ്ട്, കുറച്ചങ്ങോട്ട് പോന്നാൽ മതി. അപ്പോൾ അവിടെ പോയി കയ്യോടെ നമുക്ക് ഫാൻസിയും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക് കാക്കു തറാവി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടാവും.